നമുക്ക് കുറച്ച് ബ്രെയിൻ ഇഞ്ചുറി ഉണ്ട്, സ്പൈനിലും ചെറിയൊരു ഫ്രാക്ചർ സെർവൈക്കലിൽ കാണുന്നുണ്ട്. പിന്നെ ലങ്സിനകത്തും ഇഞ്ചുറി ഉണ്ട്. ലങ്സിനകത്ത് ഇഞ്ചുറി, ലങ്സ് കുറച്ച് ഫ്രാക്ചേഴ്സ് ഉണ്ട്. പിന്നെ അതേമാതിരി തന്നെ ലങ്സ് കൊണ്ട് റിബ്സ് കൊണ്ടിട്ട് ലങ്സിനകത്ത് കേടുപാടുകൾ ഉണ്ടായിട്ട് കുറച്ച് രക്തം കട്ട പിടിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ രക്തം ലങ്സിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ആള് വെന്റിലേഷനിലാണ്. നമ്മൾ ബാക്കി ബോഡി കംപ്ലീറ്റ് എക്സ്റേ എടുത്ത് നോക്കി. കാരണം ഇത്രയും മുകളിൽ നിന്ന് വീഴുമ്പോൾ പല മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സ്, പോളിട്രോമ ഉണ്ടാവാം. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ ആ പോളിട്രോമാസ് കാണുന്ന ഫ്രാക്ചേഴ്സ് ഒന്നും ഇപ്പൊ കാണുന്നില്ല. നമ്മൾ ഒരു ഫാസ്റ്റ് സ്കാൻ എല്ലാത്തിലും എക്സ്റേസും ഒക്കെ എടുത്ത് നോക്കി. ഇപ്പോഴത്തെ നിലയിൽ അതൊന്നും കാണുന്നില്ല. പക്ഷേ ഇപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ബ്രെയിനിലുള്ള ഒരു ഇഞ്ചുറി ആൻഡ് ലങ് ഇഞ്ചുറി ആൻഡ് കുറച്ച് ഈ ഫേഷ്യൽ ബോണിലൊക്കെ കുറച്ച് ഫ്രാക്ചേഴ്സ് ഉണ്ട്, ചെറിയ ഫ്രാക്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ ആള് വെന്റിലേറ്ററിലാണ്. നമ്മളിപ്പോ ഒരു ഇന്റർവെൻഷനോ ഒരു സർജറിയോട് അത്യാവശ്യമായിട്ടൊന്നും കാണുന്നില്ല. നമ്മൾ വാട്ട് വി ആർ പ്ലാനിങ് ഈസ് നമ്മളിപ്പോ ഒട്ടിയിലോട്ട് തന്നെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. കുറച്ച് ഫ്യൂച്ചറിങ് നല്ല സ്കാൽപ് ഫ്യൂച്ചേഴ്സ് ഉണ്ട്. കാരണം നല്ലോണം ബ്ലീഡിംഗ് ഉണ്ട്. ആള് വീണിട്ട് തല ഇടിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് റിബ്സും ഇടിച്ചിട്ടാണ് വീണിരിക്കുന്നത്. ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറിയുടെ ഒരു ആവശ്യമില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട്. അപ്പൊ നമ്മൾ ഒബ്സർവ് ചെയ്യും. ആള് കോൺഷ്യസ് അല്ല. വന്നപ്പോ തന്നെ 8 എന്ന് പറയുമ്പോൾ ഒരു പാർഷ്യലി കോൺഷ്യസ്. നമ്മൾ ഇമ്മീഡിയറ്റ്ലി വെന്റിലേറ്റ് ചെയ്തു. ഇപ്പൊ സെഡേഷനിലാണ്. ഇപ്പൊ സ്റ്റേബിൾ ആണെന്ന് പറയാറായിട്ടില്ല. അറ്റ്ലീസ്റ്റ് 24 hours. ലങ് ഒന്ന് സെറ്റിൽ ആവണം, ബ്രെയിനും ഒന്ന് സെറ്റിൽ ആവണം. ബ്രെയിനിൽ ഡിഫ്യൂസ് ആക്സിഡന്റ് ഇഞ്ചറി ആണ്, ലങ്ങിലെ കണ്ടീഷൻസ് ആണ്. നമ്മൾ ഒരു എല്ലാ ഇഷ്യൂസും ഒന്ന് സെറ്റിൽ ആയിട്ട് BP ഒക്കെ സ്റ്റെബിലൈസ് ചെയ്ത് ഒന്ന് റിക്കവർ ചെയ്യാനുള്ള ഒരു ടൈം പീരീഡ് കൊടുത്തിട്ട് വി സ്ലോലി സീ വാട്ട് ദ റെസ്പോൺസ് ഈസ്. തിരക്ക് കൂട്ടുന്നതിൽ കാര്യമില്ല. കുറച്ച് ടൈം എടുക്കുന്ന ഇഞ്ചറീസ് ആണ്. ഫാസ്റ്റ് റിക്കവറി പോസിബിൾ ആയിരിക്കില്ല. ലങ് കണ്ടീഷൻ കുറച്ച് കാര്യമായിട്ടുണ്ട്. ഇറ്റ്സ് മോർ ഓൺ ദ റൈറ്റ് സൈഡ്, ബട്ട് ഇറ്റ് ഈസ് മാനേജബിൾ എന്ന രീതിയിലാണ്. പക്ഷേ ലങ്ങും ബ്രെയിനും രണ്ടും ഇഞ്ചേർഡ് ആയതുകൊണ്ട് വീൽ ഹാവ് ടു ടേക്ക് ഇറ്റ് സ്ലോ ആൻഡ് വീൽ ഹാവ് ടു കൺസിഡർ ഇറ്റ് സിഗ്നിഫിക്കന്റ്ലി ഇഞ്ചേർഡ് റൈറ്റ് അറ്റ് ദിസ് മോമെന്റ്. സർജറിയുടെ ആവശ്യമില്ല. ബ്രെയിൻ പാർട്ടൊന്നും സർജറി ആവശ്യമില്ല. സ്പൈൻ പാർട്ടൊന്നും സർജറിയുടെ ആവശ്യങ്ങളില്ല. സർജറി ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ആ ഇഞ്ചറി സിഗ്നിഫിക്കന്റ് അല്ലെന്നല്ല ഉദ്ദേശിക്കുന്നത്.